പൂക്കോട് വെറ്റിനറി കോളേജിലെ സിബിഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖം രക്ഷിക്കാനെന്ന ആക്ഷേപം. സിബിഐ അന്വേഷണം വൈകിപ്പിക്കാൻ ഫയലുകൾ പൂഴ്ത്തിവെച്ച സസ്പെൻഡ് ചെയ്യപ്പെട്ട സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരിച്ചെടുത്തതിലും വിമർശനം ശക്തമാകുകയായിരുന്നു. മരണത്തിന് ഉത്തരവാദികളായ എല്ലാ വിദ്യാർത്ഥികളെയും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അവരുടെ തുടർ പഠനം തടയണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പൂക്കോട് വെറ്റിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ CBI ചുമതലപ്പെടുത്താൻ മുഖ്യമന്ത്രി ഉത്തരവ് നൽകിയത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള പദ്ധതിയായിരുന്നുവെന്നാണ് ആക്ഷേപം പുറത്തുവരുന്നത്. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും ഇത് സംബന്ധിച്ച ഫയലുകൾ CBIക്ക് കൈമാറാൻ വൈകിപ്പിച്ചത് ഇടത് അനുകൂലികൾക്ക് വേണ്ടിയുള്ള ശ്രമമാണെന്നും ആക്ഷേപമുണ്ട്. റിമാൻഡിൽ കഴിയുന്ന SFI നേതാക്കളെ ജാമ്യത്തിൽ പുറത്തിറക്കുക എന്നതായിരുന്നു CPMന്റെ ലക്ഷ്യമെന്നാണ് ആരോപണം. എന്നാൽ അന്വേഷണം ബോധപൂർവം വൈകിപ്പിക്കുന്നതായി ബോധ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തതോടെയാണ് CBI അന്വേഷണം ആരംഭിച്ചത്. ഫയലുകൾ വെച്ച് താമസിപ്പിച്ചത് യഥാർത്ഥത്തിൽ ഉന്നതങ്ങളിൽ നിന്നുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിലാണെന്ന ആക്ഷേപവും ഉയർന്നതിനെ തുടർന്ന് ആരോപണങ്ങളിൽ സർക്കാരിന് പങ്കില്ലെന്ന് കാണിക്കാൻ ഫയലിൽ കാലതാമസം വരുത്തി ആഭ്യന്തര വകുപ്പിലെ ഡെപ്യൂട്ടി സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് SL അഞ്ജു എന്നിവരെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ തിരികെ പ്രവേശിപ്പിക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് CPM ജീവനക്കാരുടെ സംഘടനയിലെ അംഗങ്ങളായ ഇവർ 3 പേരെയും സസ്പെൻഡ് ചെയ്തതെന്ന് നേരത്തെ തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. ആക്ഷേപം ശരിവെക്കുന്ന നടപടികളാണ് കഴിഞ്ഞ ദിവസം ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ ബോധ്യപ്പെടുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയോ വിദ്യാഭ്യാസ മന്ത്രിയോ പ്രോ ചാൻസലർ കൂടിയായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയോ സിദ്ധാർത്ഥന്റെ വീട്ടിൽ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കാൻ പോകാത്തത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രതിപക്ഷ സമരം അവസാനിപ്പിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടും സിദ്ധാർത്ഥന്റെ വിയോഗം കഴിഞ്ഞ ഏറെ നാളുകൾക്ക് ശേഷം മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ പിതാവിന് സന്ദർശനം അനുവദിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത് രാഷ്ട്രീയ തിരക്കഥയുടെ മാത്രം അടിസ്ഥാനത്തിലെന്നും ആക്ഷേപം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.